മുത്തശ്ശനും കുട്ടിയോളും. പ്രളയം. വേനൽ കഴിഞ്ഞു, മഴയും പിറന്നു, ജീവജാലങ്ങൾക്കെല്ലാം ക്ഷീണവും അകന്നു. സസ്യങ്ങളെല്ലാം പുതുതാം പൂവിടർത്തി, മണ്ണിൽ കിടക്കും വിത്തുകൾ മുളച്ചു പൊന്തി. കൊച്ചു വിത്തിനുള്ളിൽ നിന്നും അരയാൽ ഭൂമിയെ നമിച്ചു പൊന്തി. ആൽമരത്തിൻ വിനയത്താൽ പ്രീതയാം ഭൂമി തന്നെ അനുഗ്രഹത്താൽ ഏറ്റാമുയർന്നും. ലക്ഷോപലക്ഷം ജീവജാലങ്ങൾക്ക് ആവാസമേകും ആമരം അമരനായിരിക്കട്ടെ എന്നുമെന്നും. പുതുമഴയും പിന്നെ കൊച്ചുകാറ്റും ഏവർക്കുമേറെ ദോഷമേകി. മഴ പേമാരിയായതും കാറ്റു ചുഴലിയായതും പെട്ടെന്നു തന്നെ. മാനം മുഴുവനും കറുത്തിരുണ്ടത് ജീവജാലങ്ങൾക്കു വരാനിരിക്കും ദുഃഖത്തിൻ കരിനിഴലോ. മാനം കരിമേഘത്താൽ നിറഞ്ഞതോ, ചുഴലിക്കാറ്ററബിക്കടലിനെ പൊക്കി ആകമാനം മാനത്തു നിരത്തിയോ. കരിമേഘത്തെ ഏന്തി കുതിരയെ പോലെ കുതിക്കും ചുഴലി സഹ്യനിൽ തട്ടി കാലിടറി വീണുവോ. മഹാദേവൻ തന്നെ ശേഷിയളക്കാൻ ശിവശിരസിൽ ആഞ്ഞുപതിച്ച ഗംഗ പോൽ ബന്ധനമറ്റ കരിമേഘങ്ങൾ ഭൂമി തന്നെ ശേഷിയളക്കുന്നുവോ. സർവം സഹായായ ഭൂമി ആവോളം അടക്കിപ്പിടിച്ചു ജലത്തെ. എന്നാൽ പിടിവിട്ടുപോയ ജലം ഒടുങ്ങാത്ത രക്തപ്പുഴ പോൽ പ്രവാഹം തുടങ്ങി. ഡാമുകളെല്ലാം ഒന്നിച്ചു നിറഞ്ഞു. എങ്കിലും വരാനിരിക്കുന്ന മഹാവിപത്ത് എത്രയെന്നോർക്കാതെ കൗതുകം നിറഞ്ഞ ജനങ്ങൾക്കു കാണണം വെള്ളമൊഴുക്കും പിന്നെ ഡാമിലെ ട്രയൽ റണ്ണും. ഡാമുകളേറെയും തുറന്നു, കേരളദേശമേറെയും വെള്ളത്തിനു മണ്ണിനു മടിയിലുമായി. ഭൂമിയെയും പിന്നെ പ്രകൃതിയെയും ആദരിക്കാത്ത മക്കളെ മടുത്ത പരശുരാമൻ ദാനമായി തന്ന കേരളം തിരിച്ചു കൊടുക്കുവാനൊരുങ്ങുന്നുവോ. മരങ്ങൾ കടാപുഴക്കിയും മലകൾ കുത്തിപ്പിളർത്തിയും ഉരുൾപൊട്ടിയും ഗതിമാറി ഒഴുകിയും മലയിറങ്ങി വരുന്ന നദി താഴ്വാരത്തിലെത്തി. ഭൂമി തന്നെ ഉൾക്കരുത്താകമാനം കുത്തൊഴുക്കിനൊപ്പം ചോർന്നുവോ. വീടുകൾ ഭൂമിക്കുള്ളിലേക്കു താഴുന്നു. വൻമരങ്ങൾ കടാപുഴകി വീഴുന്നു. വീടുകൾ താങ്ങി നിർത്തുവാനാവാതെ ഭൂമി ഏറെ ഉഴലുന്നുവോ. ഭരണതലത്തിൽ ചിന്തയേറെ കനക്കുന്നു, മഴയും കനക്കുന്നു. വീണ്ടും വീണ്ടും വരുന്നു മുന്നറിയിപ്പുകൾ, മഞ്ഞലർട്ടും ചുവപ്പലർട്ടുമായി. സുരക്ഷാ സൈന്യവും സന്നാഹങ്ങളും ഹെലികോപ്റ്ററുകളും എത്തുന്നു. ഹെലികോപ്റ്ററുകൾ വട്ടം കറങ്ങി നിരീക്ഷിക്കുന്നു. അഭയാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു. മൊബൈൽ വാട്സാപ്പും ഫോൺ കോളുകളും വഴി എത്ര ജീവൻ തിരിച്ചു കിട്ടിയെന്നോ. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കുന്നു. കേൾക്കാം നമുക്ക് പലരും മരണമുഖത്തിരുന്നർത്തലയ്ക്കുന്നതും. നദികൾക്കാഴവും വിസ്താരവും പോരാഞ്ഞ് കടന്നു കയറി ഈ വശങ്ങളിൽ ഏറെ ദൂരവും ഏറെ ഉയരവും താണ്ടി. പോകും വഴിയെ കണ്ടതെല്ലാം നക്കിത്തുടച്ചെടുക്കാൻ മറന്നുമില്ല. നദിക്കരയിലെ മട്ടുപ്പാവിലിരുന്നു കാണുന്നു
വെള്ളം പൊങ്ങി വരുന്നതും കൊച്ചു വീടുകൾ വെള്ളത്തിൽ മുങ്ങുന്നതും ജനങ്ങൾ കരകയറുന്നതും മാറാരോഗവും മരണവും മറ്റുള്ളവർക്ക്, എന്നാൽ എനിക്കന്യമെന്ന ചിന്ത പോൽ ഈ മട്ടുപ്പാവിലിരിക്കുന്നവരറിയുന്നില്ല താനും നിലവിട്ടു പോകുമെന്ന്. കൃഷിയും കൃഷിയിടവും പിന്നെ വീടും പറമ്പും ജന്തുക്കളെയും മനുഷ്യരെയും പക്ഷപാതം കൂടാതെ കൂട്ടത്തോടെ കവർന്നെടുക്കുന്നു. കൊച്ചുമലകൾ നീന്തുന്ന പോൽ വൻമരങ്ങളും വള്ളിപ്പടർപ്പും വീടിന്മേൽ കൂരയും തേങ്ങാക്കൂടയും താനേ ഒഴുകിയെത്തുന്നു. കാളയും പോത്തും മനുഷ്യരും കാലപ്പഴക്കമില്ലാത്ത ശവങ്ങളായി. സർപ്പങ്ങളും വള്ളിപ്പടർപ്പിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന വാനരക്കൂട്ടവും നിലയില്ലാ കടലിലേക്കൊഴുകുന്നു. കേരളത്തിനൊത്തൊരുമ കാട്ടുവാനായി എത്തിച്ചെന്നു പല ദേശങ്ങളിൽ നിന്നും സഹായഹസ്തങ്ങൾ പല രൂപത്തിലും. ഇവിടെ മാനാഭിമാനങ്ങളില്ല. ജാതിയോ മതമോ ധനമോ ദാരിദ്ര്യമോ പാണ്ഡിത്യമോ വേർതിരിവൊന്നുമില്ല ഇവിടെ. ദുഃഖസാഗരത്തിലാണ്ടവർക്ക് മനുഷ്യത്വം മാത്രം ബാക്കിയാവുന്ന അപൂർവ നിമിഷങ്ങളത്രേ. നാട്ടുകാർ സേവനത്തിനായി ജീവരക്ഷ നിനച്ച് മതിമറന്നാടി. ഈ മനുഷ്യസ്നേഹികൾക്കുമേകാം ഹൃദയത്തിൻ ഭാഷയിലൊരു പ്രണാമം. കേരളത്തിൻ ജീവൻ രക്ഷിക്കാനായെത്തി കടലും മതൻ മക്കൾ, അല്ല ദൈവത്തിൻ മക്കൾ തന്നെ. വഞ്ചനയറിയാത്തവർ വഞ്ചിയുമായെത്തി. ഒഴുക്കിൻ ചുഴിയുമറിയുന്നവർ, പിന്നെ വെള്ളത്തിനൊഴുക്കും വഴുക്കുമറിയുന്നവർ വള്ളം തുഴഞ്ഞു. സ്വജീവൻ മറന്ന് അന്യജീവൻ രക്ഷിക്കാനായി കഠിനാധ്വാനവും തുടങ്ങി. വിദ്യയും പണവും പദവിയും കുറഞ്ഞവരെന്നാകിലും മനക്കരുത്തും മെയ്ക്കരുത്തും സ്നേഹവുമേറെയുള്ളവരെ സാഷ്ടാംഗം പ്രണമിക്കുന്നതേ നമുക്ക് ചെയ്യുവാനുള്ളൂ. ദിനങ്ങളാഴ്ചയായും മാസങ്ങളായും കൊഴിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളും ഒഴിഞ്ഞു. സ്വഗൃഹത്തിലെത്തിയവർ തൻ്റെ വീടാണിതെന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ മൂക്കുപൊത്തിയും വാപൊത്തിയും ഇഴയുന്ന പാമ്പുകളെ തല്ലിക്കൊന്നു. മുട്ടോളമെത്തിയ ചെളിയും തുടച്ച് ഏറെ പണിപ്പെട്ടു വൃത്തിയാക്കുന്നു. വീടെല്ലാം ഒരുവിധം വൃത്തിയായെങ്കിലും ഒഴിഞ്ഞു പോകുന്നില്ല ചിഞ്ഞ നാറ്റം. വീടിൻ പരിസരത്തെല്ലാം പരതുന്നു. ഒടുവിൽ വീടിൻ ടെറസിനുകളിൽ കാണാം കുഞ്ഞുകയറിൽ കെട്ടിയ 2 കാളകതൻ ജഡങ്ങൾ. അഴുകിയ ജഡത്തിനുള്ളിൽ പുഴുക്കൾ മാത്രമല്ല, സ്വൈരജീവിതം നയിക്കുന്ന സർപ്പങ്ങളുമുണ്ടവിടെ. പ്രളയം തികച്ചും പ്രകൃതിജന്യമല്ലെന്നും മനുഷ്യനിർമ്മിതമെന്നും ഒരു പക്ഷം. യഥാസമയങ്ങളിൽ ഡാമുകൾ തുറക്കാതിരുന്നതത്രേ പ്രളയത്തിനാക്കം കൂട്ടിയത്. എങ്കിലെന്ത് അവിവേകം, എന്ത് കൊടും ക്രൂരത! മാപ്പില്ല ഇവർക്കൊരിക്കലും, മാപ്പർഹിക്കുന്നുമില്ല. സർവനാശമേറ്റ മനുഷ്യ സമൂഹത്തിൻ തപ്ത ശാപമേൽക്കാതിരിക്കുമോ? കൃഷ്ണൻ
പുതുശ്ശേരി പൂക്കിപ്പറമ്പ്.